അവതാരവരിഷ്ടം തം സർവാനുഗ്രഹദായിനം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിലങ്കലിനും ആചാര്യശ്രേഷ്ഠർക്കും അഡ്മിൻ പാനലിലെ മറ്റംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിൽ കർക്കിടകം 1 മുതൽ കന്നി 5 വരെ ആചരിക്കുന്ന മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകം മഹായജ്ഞത്തിൻ്റെ 62ാം ദിവസമായ ഇന്ന് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കാണ് കൈവന്നിട്ടുള്ളത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി ഉണരുന്നത് ഒരു നല്ല നാദം കേട്ടുകൊണ്ടായിരിക്കണം എന്നതുപോലെ അജ്ഞതയാകുന്ന കൂരിരുട്ടിൽ ആലസ്യം ബാധിച്ച് കൊടും നിദ്രയിൽ കിടക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് നയിക്കേണ്ടതും ഒരു നല്ല നാദത്തോടു കൂടിയായിരിക്കണം. ആ നാദമാണ് സ്വാമി തൃപ്പാദങ്ങളുടെ അമൃതസമാനമായ ജ്ഞാനവല്ലരികൾ. അന്ധവിശ്വാസം കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും ഇരുട്ടിലാണ്ടുപോയ ഒരു ജനസമൂഹത്തെ ഗുരുദേവൻ ഉദ്ധരിച്ചിരിക്കുന്നത് ആത്മജ്ഞാനാമൃതം നിറഞ്ഞ 63 പരം കൃതികളിലൂടെയാണ്. മുക്തകം മുതൽ ശതകം വരെ നീളുന്ന കവനങ്ങൾ വായിച്ചു തുടങ്ങിയാൽ നമ്മുടെ ചിന്തയ്ക്ക് തീപിടിക്കും. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അറിവിൻ്റെ ഗഹനതലത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ആത്മോപദേശ ശതകം ഒരു അപൂർവ രചനയാണ്. ഗുരുദേവൻ്റെ മാനസപുത്രനായ കുമാരനാശാൻ ഒരിക്കൽ ആത്മോപദേശ ശതകം വ്യാഖ്യാനിക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. 2 or 3 ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തു. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാണല്ലോ കുമാരനാശാൻ. ആ ആശാനോളം മുതിർന്ന കവിത്വം മലയാളത്തിലെ മറ്റൊരു കവിക്കും അവകാശപ്പെടാനാവില്ല എന്ന് നമുക്കറിവുള്ളതാണ്. അങ്ങനെയുള്ള ആശാൻ്റെ ആത്മോപദേശ ശതക വ്യാഖ്യാനം വായിച്ചു കേട്ട ഗുരു അഭിപ്രായപ്പെട്ടത് ആശാൻ വൈക്കോൽ കെട്ടാൻ വേറെ വള്ളി അന്വേഷിച്ചു പോവുകയാണെന്നാണ്. ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ അർത്ഥം അതിൽ തന്നെയുണ്ട്. സ്വ അനുഭവത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്നനുഭവിക്കാൻ ഉതകുന്ന ഒരു കൃതിയാണിത്. 91ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഓം പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമജമവ്യയമപ്രമേയം ഏകാദ്വയമിതു താൻ സുഖമാർന്നു നിന്നിടുന്നു. പദം പിരിച്ച് അർത്ഥം എങ്ങനെയെന്ന് നോക്കാം. പ്രിയ വിഷയം പ്രതി, പ്രിയം നൽകുന്നതായ ഓരോ വിഷയത്തിൻ്റെയും പ്രാപ്തിക്ക് വേണ്ടി. ചെയ്തിടും പ്രയത്നം, പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും എന്നത്. നിയതവും, എപ്പോഴും മാറ്റമില്ലാതെ. അങ്ങനെ തന്നെ നിൽക്കയാലെ, ഒരു തരത്തിൽ തന്നെ തുടരുന്നു എന്നതുകൊണ്ട്. പ്രിയം എന്നത് അജം, ജനനമില്ലാത്തതാണ്. അവ്യയം, അത് മാറ്റവും നാശവുമില്ലാത്ത ഉണ്മയാണ്. അപ്രമേയം, അത് അറിവിന് വിഷയമായി തീരുന്നതല്ല. ഏകാദ്വയം, അത് ഏകവും അദ്വയവുമായ സത്യമാണ്. ഇതുതാൻ, ഈ ഏകവും അദ്വയവുമായ സത്യം തന്നെയാണ് സുഖമാർന്നു നിന്നിടുന്നു, ഓരോ സുഖാനുഭവത്തിൻ്റെയും രൂപത്തിൽ പ്രകടമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആനന്ദ അനുഭവങ്ങളുടെയും കേന്ദ്രം ഏകനും സത്യസ്വരൂപവുമായ ആത്മാവാകുന്നു. ആത്മാവ് അഥവാ അറിവ് ഏകമാകയാൽ ആനന്ദം രണ്ടല്ലാത്തതും അദ്വൈതവുമാകുന്നു. ഈ സുഖാനുഭവത്തിനു വേണ്ടി ഓരോരുത്തരും അവരവരുടെ അഭിരുചി അനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തതും ജനിക്കാത്തതും നാശമില്ലാത്തതും ഭാവനാതീതവുമാണ് സുഖാനുഭവം. നമുക്ക് സുഖാനുഭവം നൽകുന്ന ഉപകരണങ്ങൾ പലതാകാം. എങ്കിലും സുഖാനുഭവം എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. ഈ സുഖാനുസ്വരൂപിയായ ആത്മാവാകുന്നു. ഈ സുഖാനുഭവം മനുഷ്യജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നു. സുഖാനുഭൂതിയില്ലെങ്കിൽ ജീവിതമില്ല. മനുഷ്യ സമൂഹത്തിൽ ചിലർക്ക് ശ്രവണസുഖമില്ല, ചിലർക്ക് കായസുഖമില്ല, ചിലർക്ക് മനസ്സുഖമില്ല. ഓരോരുത്തരുടെയും കർമ്മത്തെ ആശ്രയിച്ചാണ് സുഖാനുഭവം ഉണ്ടാകുന്നത്. ഇത് അല്പസുഖമാണ്, പൂർണ്ണസുഖമാണ്. ആഗ്രഹിക്കേണ്ട പൂർണ്ണസുഖം നൽകേണ്ട ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്തുമ്പോഴാണ് ഒരാൾക്ക് പൂർണ്ണ സുഖാനുഭവം ഉണ്ടാകുന്നത്. കായികമായും മാനസികമായും ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിലാണ് അതിൻ്റെ സുഖാനുഭവം ഉണ്ടാകുന്നത്.
ഈ സത്യം മനസ്സിലാക്കി അല്പസുഖത്തിൽ ആലസ്യരാകാതെ പൂർണ്ണ സുഖാനുഭവത്തിനായി ഇച്ഛിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. അനാദികാലം മുതൽ ഇന്ന് വരെയും തലമുറകൾ സുഖാന്വേഷണം മുടക്കം കൂടാതെ തുടരുന്നു. അപ്പോൾ സുഖാനുഭവം പുറത്തുനിന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സുവിശേഷമാണെന്ന് വെളിപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് ഈ സുഖാനുഭവമാണ്. ഒരാൾ സുഖം ഇച്ഛിക്കുന്നത് പോലെ ആത്മാവ് തൻ്റെ കരപല്ലവം നീട്ടി ഭക്തനെ മാടി വിളിക്കുന്നുണ്ട്. എന്നാൽ സത്യം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അവയെല്ലാം ജലരേഖകളാകുന്നു. രണ്ടിൻ്റെയും സമാഗമത്തിലാണ് സച്ചിദാനന്ദ അവസ്ഥ അനുഭവപ്പെടുന്നത്. ഈ സുഖാനുഭവത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യജന്മം. 92-ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും, നിയമമിരിപ്പതുകൊണ്ടു നിത്യമാകും, പ്രിയമകമേ പിരിയാതെയുണ്ടിതിന്, ഇക്രിയയൊരു കേവല ഭാഗ്യലിംഗമാകും. പദം പിരിച്ച് അർത്ഥം എങ്ങനെയെന്ന് നോക്കാം. വ്യയമണയാതെ, ഒരു ഊനവും വരാതെ, വെളിക്കു വേല ചെയ്യും, സുഖപ്രാപ്തിക്ക് വേണ്ടി എപ്പോഴും വെളിയിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന. നിയമം ഇരിപ്പതുകൊണ്ട്, ഉള്ളതുകൊണ്ട്, നിത്യമാകും പ്രിയം, നിത്യമായ പ്രിയം, അകമേ പിരിയാതെയുണ്ട്, ഒരിക്കലും വിട്ടുപിരിയാതെ ഓരോരുത്തരുടെയും അകമേയുണ്ട്, ഇതിന്, അകമേയുള്ള ഈ നാശമില്ലാത്ത പ്രിയത്തിന്, ഈ ക്രിയ, സുഖപ്രാപ്തിക്ക് വേണ്ടി വെളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങൾ ഒരു കേവല ഭാഗ്യലിംഗമാകും. അതിൻ്റെ ഉണ്മയെ സൂചിപ്പിക്കുന്ന ഭാഗ്യമായ വെറും അടയാളം മാത്രമാണ്. എല്ലാവർക്കും വിഷയമാകുന്ന ഏക വസ്തുവാണ് സുഖാനുഭവം. സുഖസ്വരൂപമായ അറിവ് ഉള്ളിലിരുന്ന് ഞാനെന്ന് സ്ഫുരിക്കുന്നതുകൊണ്ട് എല്ലാവരും നിരന്തരം പ്രയത്നിച്ച് സുഖാനുഭവം നേടുന്നത്. ഈ സുഖാനുഭൂതി മനുഷ്യരെയും മറ്റ് ജീവികളെയും പരസ്പരം കോർത്തിണക്കുന്ന കണ്ണിയാകുന്നു. തന്നോട് തന്നെയുള്ള പ്രിയമാണ് ആത്മപ്രിയം. തന്നിലുള്ള പ്രിയ വസ്തുവിനോട് നീതി പുലർത്തുമ്പോൾ അത് മറ്റനേകം സഹജീവികൾക്ക് സുഖദായകമായി തീരുന്നതാണ് ലോകവ്യവസ്ഥ. ജീവശരീരങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല സുഖാനുഭൂതി. കാരണം ജഡശരീരങ്ങൾക്ക് സ്വയം ഉണ്മയില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ടാണ് സുഖാനുഭവം ഉണ്ടാകുന്നതെന്നും പറയാൻ സാധ്യമല്ല. കർമ്മങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സുഖാനുഭവങ്ങളും ഉള്ളിൽ നിന്നുളവാകുന്ന സുഖാനുഭവങ്ങളും തമ്മിൽ വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവം ഉള്ളിൽ സുഖസ്വരൂപമായ ആത്മാവ് പ്രകാശിക്കുന്നു എന്നതിൻ്റെ തെളിവും ലക്ഷണവുമാകുന്നു. നമുക്ക് ലഭിക്കേണ്ട ആത്മസുഖം എങ്ങനെ തടയപ്പെടുന്നുവെന്ന് നോക്കാം. ഒരാൾക്ക് പൈലറ്റാകണം, മറ്റൊരാൾക്ക് ഡോക്ടറാകണം, ഒരു മഹാസൗധമുണ്ടാക്കണം. എല്ലാം ഓരോരുത്തരുടെയും സുന്ദര സ്വപ്നങ്ങളാണ്. ഒരാൾക്ക് ഒരു നല്ല പൈലറ്റാകാനുള്ള പരിശീലനത്തിനിടയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വളരെ ക്ലേശങ്ങൾ സഹിക്കണം. കഷ്ടപ്പാടുകൾ സഹിച്ച് വിജയകരമായി പഠനം പൂർത്തിയാക്കുമ്പോഴാണ് അയാൾ പൈലറ്റാകുന്നത്. അപ്പോഴാണ് അയാൾക്ക് മനസ്സുഖം ഉണ്ടാകുന്നത്. ഇതുപോലെ മുകളിൽ പറഞ്ഞ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാകുമ്പോഴാണ് അവർക്ക് മനസ്സുഖം ലഭിക്കുന്നത്. പൈലറ്റായതുകൊണ്ടോ മഹാസൗധം പൂർത്തിയായതുകൊണ്ടോ അല്ല സുഖമുണ്ടാകുന്നത്. കെട്ടിടമോ വിമാനമോ അല്ല സുഖം നൽകുന്നത്. അവയോടുണ്ടായിരുന്ന ആഗ്രഹം സാധിച്ചതുകൊണ്ടാണ് സുഖമുണ്ടായത്. ഇതിൽ നിന്നും സുഖാനുഭവം മറച്ചിരിക്കുന്നത് ആഗ്രഹമാണെന്ന് കാണാം. ആഗ്രഹങ്ങളിൽ അടങ്ങിയപ്പോൾ മനസ്സ് ഉപശമിച്ചു, ആത്മാവ് വെളിപ്പെട്ടു, സുഖാനുഭവം ഉണ്ടായി. ഇതാണ് സത്യം. ഇങ്ങനെ മരണം വരെ ഒടുങ്ങാത്തതാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നായി. ഈ വിഷയപ്രവാഹത്തിൽപ്പെട്ട് ക്ലേശിക്കാതെ, ആഗ്രഹ നിർവൃത്തിക്കായി കർമ്മങ്ങൾ ആവർത്തിക്കാതെ, ആഗ്രഹങ്ങൾ ഒഴിവാക്കി മനസ്സിനെ ഉപശമിപ്പിച്ച് ആത്മസുഖം നിത്യാനുഭവ സമ്പത്താക്കാവുന്നതാണ്. വിശ്വസാഹോദര്യം ലക്ഷ്യമാക്കിയുള്ള ഗുരുദേവ ദർശനങ്ങൾക്കും സന്ദേശങ്ങൾക്കും വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഗുരുദേവ ദർശനങ്ങളും സന്ദേശങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുവാൻ കഴിവുള്ളതാകട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.